2025 എന്ന് പറയുന്നൊരു വർഷം തീരാൻ വേണ്ടിയിട്ട് ഇനി മാക്സിമം പോയാൽ ഒരു 10-11 ദിവസങ്ങളേ ഉള്ളൂ. വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായാലും അവരുടെ സ്ഥാപനങ്ങളിലായാലും ക്രിസ്മസ് പ്രോഗ്രാമുകൾ തുടങ്ങിയിട്ടുണ്ടാവും. ക്രിസ്മസിൻ്റെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനത്തെ ഒരുപാട് ക്രിസ്മസ് ഫ്രണ്ടുകളെ കണ്ടെത്തി ഗിഫ്റ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അങ്ങനെയൊക്കെ പോകുന്നുണ്ടാവും അല്ലേ. നമുക്ക് ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് 2026 നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എങ്ങനെ ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ എല്ലാ വർഷം തുടങ്ങുമ്പോഴും നമ്മൾ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്, ഒരുപാട് ഡിസിഷൻസ് എടുക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഒരു 80-90% ആളുകൾക്കും ആ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യെസ്, എൻ്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ പേഴ്സണലി ആയാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ടായിട്ടുണ്ട്. വേറൊരു എക്സാമ്പിൾ എടുത്തു പറഞ്ഞാൽ ഈ ഒരു ചാനലിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചാണെങ്കിൽ ആ ഒരു ജോണർ മാറ്റിയിട്ട് പുതിയ കാര്യങ്ങൾ ഫൈനാൻസിനെ കുറിച്ചായാലും അതുപോലെ തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചായാലും മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതെന്തുകൊണ്ട് ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നുള്ളതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടാകും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെയ്ത് തുടങ്ങിയത് മാറ്റങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു റീസെൻ്റിൽ 2-3 മാസങ്ങൾ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വർഷം ഇങ്ങനെ കടന്നു പോയതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ താങ്ക്സ് ആയിരിക്കണം, താങ്ക് യു പറയണം. കാരണം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കടന്നു പോയല്ലോ. ബുദ്ധിമുട്ടിലുണ്ടായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുമായിരിക്കും, എങ്കിലും നോർമലായിട്ട് വേറെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോയ ആളുകൾക്ക് അവർ വിശ്വസിക്കുന്ന എന്താ പറയുക പ്രപഞ്ച ശക്തിയോട് നമുക്കൊരു താങ്ക്സ് പറയാം. കാരണം ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഈ ഒരു വർഷമായിട്ടും അല്ലേ. 2026 തുടങ്ങാൻ പോകുമ്പോഴും നമ്മൾ പലപ്പോഴും ഓരോ ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. എനിക്ക് ഈ 2026 എന്ന് പറയുന്ന വർഷത്തിലെങ്കിലും കുറച്ച് സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് വരണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പോകണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പുള്ള വർഷങ്ങൾ അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന 2025 എന്ന് പറയുന്ന വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ശരിക്കും ഒന്ന് നോക്കി കാണേണ്ടതായിട്ടുണ്ട്. ശരിയല്ലേ? പക്ഷേ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും അല്ലെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിലെങ്കിലും അതിൻ്റെ അടുത്ത വർഷത്തേക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിനടുത്ത വർഷത്തേക്ക് ഭാവിയിലേക്ക് മാറ്റിവെക്കപ്പെടാവുന്ന ഒരുപാട് കാര്യങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളായാലും ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളായാലും ഒരുപാട് തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്, അത് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യുന്നതിലൂടെയാണ് പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ളൊരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ ഓരോ പുതിയ വർഷങ്ങൾ ആരംഭിക്കുമ്പോഴും നമ്മൾ ജിമ്മിന് പോകുന്നു, ഈ വർഷങ്ങൾ നന്നാവണം എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന പോലെ ചുമ്മാ അങ്ങ് പ്ലാൻ ചെയ്യുന്നതിനെ കൊണ്ട് കാര്യമില്ല. അത് ഒരു മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റൊരു കാര്യം ചെയ്യാം. ഇനി വരുന്ന 2026 എന്ന വർഷം എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എന്ത് നേടിയെടുക്കണം എന്നുള്ളത് ഒരു മുൻവിധികളൊന്നും ഇല്ലാതെ, എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കണ്ട, മുൻവിധികളൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഇന്നിപ്പം 19-ാം തീയതിയായി, ഇന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഇന്ന് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 19 ഇന്ന് മുതൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ എഴുതി വെക്കുക. അതായത് 2026 എന്ന് പറയുന്ന വർഷത്തിൽ നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ടതായിട്ടുള്ളത് മുൻവിധികളൊന്നും ഇല്ലാതെ. അത് ഇൻ കേസ് നമുക്കൊരു വാഹനം എടുക്കാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകണം എന്നായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കണം, എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം, മാറ്റങ്ങൾ ഉണ്ടാക്കണം, ഇവൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവിടെ എഴുതി വയ്ക്കാം. അപ്പോൾ അതിനുള്ളൊരു ദിവസങ്ങളായിട്ടാണ് നമ്മൾ ഇനിയുള്ള ഈ കുറച്ച് ദിവസങ്ങൾ കാണേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എന്തിനങ്ങനെ എഴുതി വെക്കണം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും എന്തിനാണ് ആ ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ പറഞ്ഞതെന്നൊക്കെയുള്ള കാര്യം നമ്മൾ അടുത്തൊരു വീഡിയോ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാനൊരു സാധനം പരിചയപ്പെടുത്താം. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സിതാർമുടി കേശവർദ്ധനി. ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ്. അത്യാവശ്യം
കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കുറച്ചൊക്കെ മാറ്റം ഉണ്ടായെന്ന് തോന്നുന്നു. കാരണം നല്ല താരനും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേയൊക്കെ മാറാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ നരയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. ആ നമ്പറിലേക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറയാം. ഏകദേശം ഒരു 36ഓളം ഇൻഗ്രീഡിയൻസോ മറ്റോ അടങ്ങിയിട്ടുള്ളൊരു മികച്ചൊരു പ്രൊഡക്റ്റാണിത്, സീതാമുടി കേശവർദ്ധിനി എന്ന് പറയുന്നത്. ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണിത്. നോർമൽ പാക്കേജിങ് ആണ്, വലിയ ആഡംബരമായിട്ടുള്ള പാക്കേജിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം എന്താണ് നമ്മൾ ആ ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, പുതിയൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സേതുലാൽ സൈനിങ് ഓഫ്. ബൈ.